ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡ്രസ്സിൻ്റെ ഡിസൈൻസ് ആണ്. അപ്പോൾ ഇതൊരു റോംബർ പറഞ്ഞ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ നമ്മളൊരു കോട്ടൻ്റെ നല്ല ത്രെഡ് വർക്കുള്ള മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചതാണ്. ഫുൾ സ്ലീവൊക്കെ വെച്ചിട്ട് ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് തയ്ച്ചാണ് കയ്യിന്. പിന്നെ അതിൻ്റെ മേലത്തെ ആ ടോപ്പ് ഒരു റയോൺ മെറ്റീരിയൽ കൊണ്ടാണ് തയ്ച്ചത്. ഫുള്ളായിട്ട് ബട്ടൺ വെച്ചിട്ടുണ്ട്. പിന്നെ ആ സ്ട്രാപ്പിൻ്റെ എൻഡിങ്ങിലും ബട്ടൺ വെച്ചിട്ടുണ്ട് ഉണ്ടോ. പക്ഷേ ഇത് ഓപ്പൺ അല്ല കേട്ടോ, ഫ്രണ്ടിൽ താഴെ മാത്രം ചെറിയൊരു ഓപ്പണേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു പോക്കറ്റും വെച്ചിട്ടുണ്ട്. പോക്കറ്റിന് ഒരു ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞത് ഒരു ജോർജറ്റ് മെറ്റീരിയലുകൊണ്ട് തയ്ച്ചാണ് കേട്ടോ. എ ലൈൻ കട്ടിങ്ങിൽ ഫുള്ളായിട്ട് ഫുൾ ലെങ്ത്തിലായിട്ട് തയ്ച്ചെടുത്തതാണ്. നെക്കിനും പിന്നെ അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ഒരു പ്ലീറ്റ്സ് വരുന്നുണ്ട്. ആ ഭാഗത്തും കൂടി ഗോൾഡൻ കളർ ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഷോളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് എൻഡിലായിട്ട് ഈ 2 ബീഡ്സിൻ്റെ ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഫുൾ സ്ലീവിൻ്റെ ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഈ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുത്തത്. ഒരു 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് അതിനെ ഫുൾ സ്ലീവാക്കി മാറ്റിയെടുത്തത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അടുത്തത് നമ്മളിതൊരു ടോപ്പാണ് കേട്ടോ. ഇത് കുറച്ച് ലെങ്ത്തിലായിട്ടാണ് തയ്ച്ചെടുത്തത്. അരൻ്റെ ഭാഗത്തേക്ക് ഞെറിവൊക്കെ വന്നിട്ട് പിന്നെ കോളർ നെക്കാണ് നമ്മൾ തയ്ച്ചെടുത്തത്. കയ്യിൻ്റെ ഭാഗത്ത് ഒരു ബട്ടണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും കുറച്ച് ബട്ടൺസൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ലെങ്ത്തിലുള്ള ടോപ്പാണിത്. ഇതൊരു 3 മീറ്റർ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ ഒരു ലെഗിനൊക്കെ ഇട്ടാലോ ജെഗിനൊക്കെ ഇട്ടാൽ നമുക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് കേട്ടോ. അടുത്ത ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞത് ഒരു ഫുൾ ഗൗണാണ് കേട്ടോ. ഫുൾ ലെങ്ത്തുള്ള ഒരു ഗൗണാണ്. മാക്സി ഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. 3/4 ഇഞ്ചിൻ്റെ തന്നെ ഇലാസ്റ്റിക്കാണ് കേട്ടോ കൊടുത്തത്. പിന്നെ നമ്മളെ ഈ കഴുത്തിൻ്റെ ഭാഗം യൂനെക്കാണ് വരുന്നത്. പിന്നെ അരൻ്റെ ഭാഗത്ത് ഒരു കെട്ടും വരുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്തായിട്ട് ഞെറിവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലെയറായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ തടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് അരൻ്റെ ഭാഗത്ത് കെട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വണ്ണമുള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. ഇനി നമ്മളെ അടുത്ത ഡ്രസ്സും ഒരു ഫുൾ ലെങ്ത്തുള്ള ഗൗൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കഴുത്തിനൊരു കെട്ടൊക്കെ വരുന്നുണ്ട്. ഇത് കോളറിലൂടെ വരുന്ന ഒരു കെട്ടാണ് കേട്ടോ. ബാക്കിൽ കോളറായിട്ടാണ് വരിക. പക്ഷേ ഫ്രണ്ടിൽ ഒരു വീനെക്ക് വെച്ചിട്ട് പിന്നെ ഒരു കെട്ടും കൂടി വരും. കുറച്ച് ലെങ്ത്തുള്ളൊരു കെട്ടൊക്കെ ആയിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് നമ്മളത് തയ്ച്ചെടുത്തത്. പിന്നെ അരൻ്റെ ഭാഗത്ത് ഞെറിവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അരക്ക് ഞെറിവുള്ളതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയറായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അത്യാവശ്യം ഫ്ലെയറിൽ തന്നെ നിൽക്കും. ഒരു 3.5 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ തുണിൻ്റെ വീതിക്കനുസരിച്ചാണ് തയ്ച്ചെടുക്കാൻ പറ്റുക. പിന്നെ നമ്മളെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ ഇത്. ഒരു മാക്സി ഡ്രസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഡ്രസ്സാണിത്. ഇനി നമ്മൾ അടുത്ത ഡ്രസ്സും ഒരു ഗൗൺ തന്നെയാണ്. ഒരു ഫുൾ ലെങ്ത്തുള്ള ഗൗൺ തന്നെയാണ്. ഇതിൻ്റെ സ്ലീവിന് ഞെറിവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ലെയറായിട്ട് ഞെറിവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുട്ടിന് താഴെയാണ് കേട്ടോ നമുക്ക് ഈ ഞെറിവ് വരിക. ഒരു ഹാഫ് സ്ലീവായിട്ട് നേരെ വരും. പിന്നെ താഴ്ഭാഗത്തേക്ക് ലെയറായിട്ട് ഞെറിവും വരും. പിന്നെ ഫ്രണ്ടിൽ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രിൻറ്റിൽ ഈ ബട്ടൺസ് കൊടുത്തിട്ട് അത്ര കാണണമെന്നില്ല, എന്നാലും ഫ്രണ്ട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടണൊക്കെ കൊടുത്തത്. പിന്നെ താഴ്ഭാഗത്തായിട്ട് ഒരു 10 ഇഞ്ചിൽ ഞെറിവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ യൂനെക്കാണ്, സാധാ പോലെ യൂനെക്ക് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഡ്രസ്സ് കാണാൻ, നേരിട്ട് കാണാനായിട്ട്. ഒരു സാറ്റിൻ മെറ്റീരിയലിൻ്റെ ഒരു
ഡ്രസ്സാണ് കേട്ടത്. നല്ല നല്ല ഫുൾ ലെങ്ത്തുള്ള ഒരു അടിപൊളി ഗൗണാണ് കേട്ടത്. ഇനി നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ ഒരു മിഡി തയ്ക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ അളവ് കാണിക്കുന്നത് ഒരു 7-8 വയസ്സ് പ്രായമുള്ള കുട്ടീൻ്റെ അളവിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെടുത്തത് ഓർഗൻസ മെറ്റീരിയലിൻ്റെ ഒരു തുണിയാണ്, ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു തുണിയാണ്. പിന്നെ അതിലേക്ക് ലൈനിങ് എടുത്തത് ക്രേപ്പുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഞെറി വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ആ ഞെറി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞെറി വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് കാണിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം. ഒരു 7.5 ഇഞ്ചിൽ ഈ ഞെറിവിൻ്റെ ഭാഗം നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ മേലത്തെ പോർഷൻ ഉണ്ടല്ലോ, ആ ഞെറിവിൻ്റെ മേലത്തെ പോർഷൻ 14.5 ഇഞ്ചിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഞെറിവ് നല്ലോണം ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഞെറിവ് തയ്ക്കുമ്പോൾ നമ്മൾ ഈ കയ്യിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഞെറിവായിട്ട് ഇങ്ങനെ വരും. നമ്മൾ ഈ ഷിമ്മീസിൻ്റെ ഞെറിവൊക്കെ ഇടൂലേ, അതേപോലെ ഇടാതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുളിച്ച് കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു ഞെറിവായിട്ട് വരും. നമ്മൾ റെഡിമെയ്ഡിനൊക്കെ കാണുന്ന പോലത്തെ ഒരു ഞെറിവായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത്, അങ്ങനെയൊക്കെ ഞെറിവ് തയ്ച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത് ബാൻഡ് വെക്കണം. ആ ബാൻഡ് നമ്മളൊരു 5 ഇഞ്ചിലൊക്കെ ഒന്ന് എടുത്താൽ മതി. 4 ഇഞ്ച് 5 ഇഞ്ച് ആ ഒരു വീതിയിൽ നീളത്തിലൊന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഞെറിവ് ഇടേണ്ടത് ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഞെറിവിട്ട് വെക്കുക. നമ്മളിതിന് ഓരോ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതായത് സെൻറ്റർ ഭാഗവും പിന്നെ സൈഡിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതുവരെ മാത്രമേ ഞെറിവിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ചൊക്കെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മാർക്കിങ്ങിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, ഇതിൻ്റെ സൈഡ് ഭാഗം സെൻറ്റർ ഭാഗം കണ്ട്, അപ്പോൾ ആ ഭാഗം വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച ഭാഗം വരെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ അതാ പിൻ ചെയ്ത് കൊടുത്തില്ലേ. ഇനി നമ്മൾ ഈ ഉൾഭാഗം മാത്രം ഒന്ന് പീസിട്ട് കൊടുക്കുക. അപ്പുറത്തേക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം പോകരുത്. ഈ ഭാഗം, ഈ എക്സ്ട്രാ ഉള്ള ഭാഗം മാത്രം അവിടെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ മാർക്ക് ചെയ്ത ഭാഗത്ത് മാത്രം പിൻ ചെയ്ത് കൊടുത്തിട്ട് അതുവരെ നമ്മൾ ഞെറിവിട്ടെടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞെറിവിട്ടെടുക്കുക. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഓർഗൻസ മെറ്റീരിയൽ, അതതിൻ്റെ മേലെ വെച്ചിട്ട് കണ്ടോ, നമ്മൾ താഴ്ഭാഗത്ത് ഞെറിവിട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വരും ഞെറിവിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഭാഗം നല്ല ഭാഗം മേലേക്കായിട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ ബാൻഡ് ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുന്നത്. നമുക്ക് ഉള്ളിൽ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് കൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടുക. അങ്ങനെ നീളത്തിൽ തയ്ച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ അരൻ്റെ ഭാഗത്ത് കൂടെ ഇലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ച് വീതിയിലൊക്കെയുള്ള ഇലാസ്റ്റിക് ഇടാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നീളത്തിൽ തയ്ച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അരൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ ചുരുക്കമൊക്കെ വരും. അങ്ങനെ തയ്ച്ചതിന് ശേഷം പിന്നെ 2 സൈഡൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മിഡി കിട്ടും. ഒരു സിമ്പിളായിട്ടുള്ള മീഡിയാണ് കേട്ടോ. താഴ്ഭാഗത്തേക്ക് ഞെറിവൊക്കെ വരുന്ന സിമ്പിളായിട്ടുള്ള മീഡിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ.